ഹായ്, ജുനൈദാണേ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഉൾപ്പെടുത്തുന്നത് ദുബൈയുടെ ഹെറിറ്റേജ് വില്ലേജാണ്. അപ്പം ഞാൻ വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ കയറുമ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു ഒട്ടകത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടേ, ഒരു പ്രതിമയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ലോക്കൽ ഹൗസ് റെസ്റ്റോറൻറ്റ്. കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് ഇതുള്ളത്. ഇത് എന്തോ ഫൈബർ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊരു ഒട്ടകമാണേ. അപ്പോൾ എൻട്രൻസ് ഒക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ സീസണല്ല, ഓഫ് സീസണാണ്. അതുകൊണ്ട് കുറച്ച് വർക്കുകളൊക്കെ കിടക്കുകയാണ്. അതായത് ഫുള്ള് പൊളിച്ചിട്ട് അവർ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറഞ്ഞത് ദുബൈയുടെ പഴയ ബിൽഡിങ്ങൊക്കെ ഇതേപോലെയാണ്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ രീതിയിലാണ് ബിൽഡിംഗ് ഉള്ളത്. പക്ഷെ കൊണ്ട് നമ്മളെ നാട്ടിൽ വെക്കുന്ന കണക്ക് തന്നെയായിരുന്നു. പിന്നീട് ഇപ്പോൾ കാലമൊക്കെ പുരോഗമിച്ചപ്പോഴത്തേക്കും അവരതേ തനതായ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് മണ്ണ് പോലെ തോന്നിക്കുന്ന മെറ്റീരിയലുണ്ട്. ആക്ച്വലി ഇത് സിമൻ്റാണിത്. പക്ഷെ നമ്മൾ കാണുമ്പോഴത്തേക്കും മണ്ണ് കൊണ്ട് കുഴച്ച് വെച്ചാൽ വീട് കണക്ക് തോന്നും. ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇത് ഫുള്ള് ഇങ്ങനെയാണ്. ഇവിടുത്തെ ഹെറിറ്റേജ് വില്ലേജിനകത്തുള്ള എല്ലാ ബിൽഡിങ്ങും ഇതുപോലെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പഴയ ദുബായ് കണക്ക് എല്ലാ വാതിലുൾപ്പെടെ കണ്ടോ പഴയതാണ്. എല്ലാം പഴയ മോഡലാണ് ഒരു ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ നല്ല ആളുണ്ടായാണ്. ഓഫ് സീസണാണ്, അതുകൊണ്ട് ആരുമില്ല. ഇവിടെ ഉണ്ട്, ടൂറിസ്റ്റുകൾ കുറവാണ്. ടൂറിസ്റ്റുകൾ പൂർണ്ണമായിട്ടും ഇല്ലെന്നല്ല, ടൂറിസ്റ്റുകൾ കുറവാണ്. പക്ഷേ കാണാൻ നല്ല രസമാണ് ഇവിടെ. അതുപോലെ വരുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യണം. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഞാൻ ചുറ്റിക്കറയും കാണിച്ചു തരാം. ഇവിടെ ഡ്രോൺ അലോഡല്ല കേട്ടോ. ഡ്രോൺ കൊണ്ട് വീഡിയോ പിടിക്കൽ അലോഡല്ല. പിന്നെ ക്യാമറ കൊണ്ട് വീഡിയോ പിടിക്കാം. അതിവിടെ ഞാൻ സെക്യൂരിറ്റി ചോദിച്ചിട്ടാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത്. ഇതെല്ലാം പഴയ മോഡലാണ്. ഇതെല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ എവിടെ നോക്കിയാലും ചുവരിൽ നമ്മുടെ പഴയ റാന്തലുണ്ടാവും. ഈ ചുവരെല്ലാം ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇതൊന്നും പൊട്ടിയതല്ല, അവർ പഴയ പുരാതന കാലത്തെ അനുസ്മരിക്കുന്ന രീതിയിൽ പൊട്ടിയ കണക്ക് അവർ വരച്ച് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഫുള്ള് ഇവിടെ മൊത്തം റാന്തലും കാര്യങ്ങളും എനിക്ക് സെറ്റപ്പാണ്. ഓല കണ്ടിട്ടുള്ള ബിൽഡിങ്ങും അങ്ങനെയൊക്കെയാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ഷോപ്സ് ഉണ്ട്, ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഈ പുറത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും അവർ എടുത്തുകൊണ്ട് പോകില്ല കേട്ടോ. മീൻസ് അടയ്ക്കുന്ന സമയത്തും ഇത് എല്ലാം പുറത്ത് തന്നെ ഇരിക്കും, ആരും എടുത്തുകൊണ്ടൊന്നും പോകില്ല. അതുകൊണ്ടാണ് ഇത് മങ്ങിയൊക്കെ ഇരിക്കുന്നത്, സൺലൈറ്റൊക്കെ അടിച്ചിട്ടേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കയറി ആൾക്കാർ ഇരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വൈകുന്നേരം സമയങ്ങളിൽ. അതായത് ഇപ്പം ഇത് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ അല്ല, ടൂറിസ്റ്റ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ ഇതൊക്കെ റീബിൽഡ് ചെയ്ത് അടിപൊളിയായിട്ട് ആൾക്കാർക്ക് ഇരിക്കാം. അങ്ങനെ ആൾക്കാർ ഇവിടെ കാവയും കോഫിയും ഒക്കെ കുടിക്കും. പ്രാവിനെയോ കിളിയോ എന്തോ പിടിക്കാനുള്ളൊരു മെത്തേഡാണ്. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലെ ചെറിയ ചെറിയ പൂച്ചകളും കലങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കുറച്ചൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അവർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് സീസൺ ആയതുകൊണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ വർക്കും പിന്നെ റിന്യൂവേഷനും ഒക്കെ നടക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ കയറിപ്പോയി നമുക്ക് നോക്കാനൊക്കെ പറ്റുമായിരുന്നു. അതവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് പറ്റത്തില്ല. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതൊക്കെ ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണേ. ഇതൊക്കെ ഇവിടെ തന്നെ അവർ വെച്ചിരിക്കും. അതുകൊണ്ട് അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോകില്ല. കണ്ടോ ഫെയ്ഡായിട്ട് കിടക്കുന്നുണ്ടോ ക്ലോത്തുകളെല്ലാം. ഇതൊക്കെ വർക്കിംഗ്, ഇത് അകത്ത് ഷോപ്പ് വർക്ക് ചെയ്യുന്ന ഷോപ്പാണ് കേട്ടോ. മീൻസ് ഓപ്പണുള്ള ഷോപ്പാണ്. ഇതുണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ പണിഞ്ഞിരിക്കുന്നത് പഴയ മോഡലിൽ കണ്ടോ. ഇതേപോലെ ഇതൊന്നും പൊട്ടലല്ല കേട്ടോ,
ശരിക്കും അങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. പിന്നെ തേപ്പിനൊരു ഫിനിഷിംഗ് നിങ്ങൾ കയറി ഇരുന്ന് ഇവിടുത്തെ മേശന് തേക്കാനാണ് പറയുന്നത്, ബംഗാളികളിലും തേക്കാനാണ് പറയുന്നത്. പക്ഷെ അല്ല, ഇതിങ്ങനെ തന്നെ അവർ തേച്ചെടുത്തിരിക്കുന്നതാണ് അവർക്ക് പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട്. ഇതിനകത്തുള്ള ബിൽഡിങ്ങുകൾ ഷോപ്പുകൾ എല്ലാം ഇതുപോലെ തന്നെ കേട്ടോ. ഈവൻ KFC ഇതുവരെ അതിനകത്തുണ്ട്. പക്ഷെ അത് നമ്മുടെ നാട്ടിലെ KFCയും വേറുള്ള KFCയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഹെറിറ്റേജ് വില്ലേജിനകത്തുള്ള KFCക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പുരാതന പോലെ പണ്ട് KFC ആദ്യം തുടങ്ങിയ സമയത്തുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലുള്ള ബോർഡുകളും കാര്യങ്ങളൊക്കെയാണ് KFCയുടെ ബോർഡിനും ബെഞ്ചിനും ഒക്കെ. അത് ഞാൻ റോഡ് സൈഡിലാണ് ഞാൻ അതിൽ കറങ്ങി വരുന്ന സമയത്ത് അവസാനം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. കണ്ടോ, ഇവിടെയൊക്കെ മുമ്പ് ഇറങ്ങി നിൽക്കാൻ പറ്റുമായിരുന്നു കേട്ടോ, ഇറങ്ങി കൈകാലൊക്കെ കഴുകാൻ പറ്റുമായിരുന്നു. അതിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കും. ഞാൻ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. ഇതാണ് കണ്ടോ, ഇതൊക്കെ ഒരു ഫാഷൻ, തവക്കൽ ഫാഷൻ. ഇത് ക്ലോത്തിൻ്റെ ഷോപ്പാണിത്, കാണുന്നുണ്ടോ? തവക്കൽ ഫാഷൻ. മുകളിലൊരു വയറും റോപ്പ് കാണുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് തൂങ്ങിപ്പിടിച്ച് ചാടാനാണോ, അല്ലെങ്കിൽ മോളിൽ നിന്ന് ചാടാനാണോ, എൻ്റർടൈൻമെൻ്റ് ആണോ, എന്താണെന്ന് അറിയാൻ വയ്യ. ഇവിടെ എല്ലാം ക്ലോത്തിൻ്റെ ഷോപ്പാണേ. പിന്നെ ഇവിടെ ആൻറ്റിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കണ്ടായിരുന്നു ആൻറ്റിക്കിൻ്റെ ഷോപ്പ്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ എല്ലാം എന്താ ഇതൊക്കെ എടുത്തകത്ത് വിൽക്കുന്നു. അതിൽ അവർ ചേഞ്ച് ആക്കിയോന്ന് അറിയില്ല, കാരണം കുറച്ച് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ ചേഞ്ച് ആക്കിയതായിരിക്കും. എല്ലാ ഷോപ്പും തന്നെ കേട്ടോ. അകത്ത് നല്ല അതിവിശാലമായ ഷോറൂമാണ്. പക്ഷെ ചില ഷോപ്പുകളൊന്നും പെർമിഷൻ തരില്ല അകത്ത് പോയിട്ട് അത് വീഡിയോസ് എടുക്കും. ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കും. ഞങ്ങളുടെ വലിയൊരു കസേര, സിംഹാസനം കണക്ക് അവിടെ ഇരുന്നിട്ട് ഒരു രാജാവിനും ഒരു രാജ്ഞിക്കും അവിടെ നിന്ന് ചായയും കുടിക്കാം. ഇവിടെ കൃത്യമാർക്കും ഇരിക്കാം. ഇത് KBC LBC അങ്ങനെ എന്തോ റെസ്റ്റോറൻ്റാണ്. അവിടെ എൻ്റെ ലെറ്ററിൻ്റെ ഇതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഒത്തിരി എഴുതിയിരിക്കുന്നത്. എനിക്ക് TBC എന്തോ. അപ്പോൾ ഇത് ടൂറിസ്റ്റുകൾ കുറച്ചുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ഇതൊന്നും എടുത്തു വയ്ക്കുന്നതല്ല കേട്ടോ, അതാണ് മൊത്തം പൊടിയടിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ കള്ളന്മാരെയിൽ നിന്ന് പേടിക്കണ്ട, ആരും ഒന്നും എടുത്തുകൊണ്ടൊന്നും പോകില്ല. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കണം. ഇതാണ് ഞാൻ നിൽക്കുന്നതാണ് ഞാൻ. ഉയർത്ത് വിളിച്ച് നിൽക്കുക. ഇവിടെ നമുക്ക് കപ്പിൾസിനെ കയറ്റി ഫോട്ടോസ് എടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണിത്. എൻ്റെ കൂടെ കപ്പിൾസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. ഇത് കണ്ട പഴയ രീതിയിലാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് ആൻറ്റിക്കിൻ്റെ ഷോപ്പുകളുണ്ട്, ഞങ്ങളെ കാണിച്ചു തരാം. കുറച്ച് അപ്പുറത്താണെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് കാണുന്നുണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ സെയിലിനുള്ളതാണ് കേട്ടോ, ഫുള്ള് സെയിലിനുള്ളതാണ്. ഇതെല്ലാം പുരാതന കാലത്തെ മെറ്റീരിയൽസാണ്. ഇതെല്ലാം സെയിലാക്കാം. മോശമാവുകൾ കണ്ടിരുന്നെങ്കിൽ ഇത് മൊത്തം ഇവിടുന്ന് കളക്ട് ചെയ്ത് പുള്ളി ജയിലിനാവുന്നതിന് മുമ്പാണെങ്കിൽ ബോഡികൾ വിൽക്കുമെന്നും പറഞ്ഞ് നമ്മളെ പറഞ്ഞില്ല. പക്ഷേ ഇതൊക്കെ മോശമാവുകൾ പറയണതൊക്കെ തട്ടിപ്പൊന്നുമല്ല. ഇതൊക്കെ ഒരുപാട് പഴക്കമുള്ള പുരാവസ്തുക്കളാണ് കേട്ടോ. നല്ല പഴക്കമുള്ള പുരാവസ്തുക്കളാണ്. ഇതൊക്കെ ഹാൻഡിൽസാണ്. ഞാൻ മേക്കെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ പഴയ ഹാൻഡിൽസാണ് കേട്ടോ. ആനയുടെ രൂപമുള്ള ഹാൻഡിൽസ് എല്ലാം പഴയ ഹാൻഡിൽസാണ്. എല്ലാം പുരാതന ഒരുപാട് ഇയർ പഴക്കമുള്ള വസ്തുക്കളാണ് കേട്ടോ. പിന്നെ കുറച്ച് പഴക്കം കുറഞ്ഞതും കാണും. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ പണ്ടത്തെ കാലത്ത് മറ്റേ നായികയും അങ്ങനെ എന്തൊക്കെയോ സൂര്യഗ്രഹണവും അതൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഇതൊക്കെ പഴയ കൊട്ടാരത്തിൽ നിന്നൊക്കെ കളക്ട് ചെയ്യണം. അവർ റെനോവേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒഴിവാക്കുന്നതും ഇതൊക്കെ കണ്ട വെള്ളിക്കാശും അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ അങ്ങനത്തെ എന്തോ ഒരു സെറ്റപ്പാണ് കേട്ടോ. പണ്ട് നാഴികകൾ മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന അങ്ങനെയുള്ള എന്തോ വലിയ അറിവുള്ള പണ്ഡിതന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന അങ്ങനെയുള്ളൊരു സംഭവമാണിത്. എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അത് പുരാവസ്തുവായിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കൊട്ടാരങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അങ്ങോട്ട് കുറച്ചുകൂടെ കാണിച്ചു തരാം. നോക്കിയാൽ നല്ല അടിപൊളി. ഇതേ കണ്ടോ, നമ്മുടെ പഴയ രാജാക്കന്മാർ
മറ്റേ ഒഴിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ അങ്ങനെയുള്ള ഗ്ലോബാണ് കേട്ടോ. മറ്റേ ഭൂമിയുടെയും ഇതിലെന്തൊക്കെയോ ലാംഗ്വേജുകളുണ്ട്. റോമനാണോ എന്താണ്, അറബിക്കാണോ എന്താണെന്ന് എനിക്ക് തന്നെ പിടിക്കില്ല. അറബിക്കായിട്ട് തോന്നുന്നു, അറബിക്കുണ്ട് ഇതിൽ, പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കൊട്ടാരത്തിൻ്റെയൊക്കെ വലിയ വലിയ ഇവിടെ നിന്ന് ഈ വലിയ പൈസക്കാർ ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് കാർഗോ വിടും, അതായത് ഷിപ്പിലെ. എന്നിട്ട് ഇതൊക്കെ വീട്ടുമുറ്റത്തൊക്കെ ഇതൊക്കെ കൊണ്ടിങ്ങനെ വെക്കും. എന്താണ് അവിടെ കേട്ടാൽ മിക്കവാറും ഒരു കൊടുക്കും. ഒരു ഹെലികോപ്റ്റർ പഴയ മോഡലുള്ള ഇത് ടോയാണ്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ ഒരു സെയിലിനുള്ളതാണ്. ഇതെല്ലാം സെയിലിനുള്ളതാണ്, ഫുള്ള് സെയിലിനുള്ളതാണ്. ഇത് മറ്റേ ഒരു ചക്രവർത്തിയുടെ രൂപത്തിലുണ്ട്. ഇത് നമ്മളെ തലപ്പാവ്, ഈ പട്ടാളക്കാരൊക്കെ വയ്ക്കില്ല, അന്നത്തെ പട്ടാളക്കാരൊക്കെ വയ്ക്കുന്ന തലപ്പാവ്. ഇതും അങ്ങനെ എന്തോ രാജകൊട്ടാരത്തിൽ യൂസ് ചെയ്തിരുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ നായികയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന എന്തോ ഒരു സംഭവമാണിത്. തൊടാമോന്നും അറിയില്ല. ഇതെല്ലാം സെയിലിനുള്ളതാണ് കേട്ടോ, എല്ലാം സെയിലിന് എന്ത് വേണമെങ്കിലും. ഇത് മറ്റൊരു ഇത് ഒറിജിനൽ തോലാണോ അത് ആർട്ടിഫിഷ്യലാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ജീവിയുണ്ടല്ലോ, അതേ കണ്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം വാങ്ങിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, മോൺസൺ മാവുങ്കൽ ഇവിടെ വരികയാണെങ്കിലും ഇതൊരു കിരീടമാണ്. പുള്ളി വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് കളക്ട് ചെയ്തിരുന്നെങ്കിൽ പുള്ളിക്ക് കുറേ ആൾക്കാരെ പറ്റിക്കായിരുന്നു. പക്ഷേ ഇത് പുള്ളി പറയുന്നതൊക്കെ അങ്ങനെ ഫേക്കൊന്നും അല്ല കേട്ടോ, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ 1000 വർഷം എന്നൊക്കെ പുള്ളിക്ക് പറഞ്ഞാലും അതിന് മാത്രം ഉണ്ടെന്ന് തോന്നും. ഇതിൻ്റെ പഴക്കമൊക്കെ നല്ല വിലയാണ് കേട്ടോ ഈ സാധനങ്ങൾക്കൊക്കെ. ഇത് കണ്ടോ, അന്നത്തെ കാലത്ത് കൊട്ടാരത്തിൽ അവരൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. മറ്റേ തലപ്പാവ് അവരെ പടന്മാരും ഭൃത്യന്മാരും ഒക്കെ വെച്ചിരുന്ന കണക്കത്തുള്ള ഒരു തലപ്പാവും കാര്യങ്ങളാണ്. ഇതുണ്ട്, ഇത് അയൺ ബോക്സ്, പഴയ അയൺ ബോക്സ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് അന്നത്തെ കുക്കർ വല്ലതും ആണെന്ന് തോന്നുന്നു ഈ സംഭവം. ആസ്പിയർ, ടോയ് കാറ്, മെറ്റലിലുണ്ടാക്കിയ ടോയ് കാറാണ് ഇത്, മെറ്റലിലുണ്ടാക്കിയതാണ്. ഇത് നമ്മളെ പഴയ ടേപ്പ് റിക്കോർഡറാണ്, നാഷണലിൻ്റെ, അതുവരെ സെയിലുണ്ട് ഇവിടെ. ഇത് അന്നത്തെ ടൈപ്പ് റൈറ്ററാണ്, ടൈപ്പ് റൈറ്റർ. ഇത് ക്ലോക്ക്, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നാട്ടിൽ വാങ്ങിക്കൊണ്ട് പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ സൂപ്പറായിരിക്കും. ഇത് അന്നത്തെ കാലത്തെ ടൈപ്പ് റൈറ്ററാണ്, വർക്ക് ചെയ്തില്ല. എല്ലാം നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ടോയ് കാർസ് ഒക്കെ മിക്കവാറും അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരൊക്കെ കുട്ടികൾ കളിച്ചതായിരിക്കും. എന്തൊരു സംഭവം എനിക്ക് തന്നെ അറിയില്ല. ഇത് നമ്മളെ പഴയ പെട്രോൾ മാക്സ് ആണ്, അതിനൊന്നും ചില്ലൊന്നുമില്ല. ഇതൊക്കെ അങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ. ക്രാസ് അടുത്ത സൈഡും ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതണ്ട നമ്മളെ ഫോൺസ്, പഴയ ഫോണാണ്. ഇവിടെ ഒരു അവണ്ട സാധനമുണ്ട്, ഒരു വാളും ഒരു കവറും. ഇത് നമ്മളെ പഴയ JVCയുടെ കാസറ്റ് റെക്കോർഡ്സും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത് നമ്മളൊരു പഴയ ഫോണാണ്, അങ്ങനെ കറക്കി വിളിക്കുന്നത്. ഇപ്പോൾ കറങ്ങൂല. ഇവിടെ ഇരിപ്പുണ്ട് സംഭവങ്ങൾ. ഇതൊക്കെ തലപ്പാവാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒറിജിനൽ കൊമ്പാണ് കേട്ടോ, അത് ഒറിജിനൽ കൊമ്പാണ്. കൃഷ്ണനോ രാധയോ അങ്ങനെ എന്തൊക്കെയോ എന്താണോ സംഭവം മനസ്സിലാവുന്നൊരു കമ്പനി. ഇതൊരു പഴയ കാലത്തൊരു പെയിൻ്റല്ല, പെയിൻറ്റിങ് കണക്കുള്ള ഇതൊരു സംഭവമാണ് കേട്ടോ. പഴയ മാറ്റുകൾ ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ അപ്പുറത്തുമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു വാള്, അത് കാണിക്കാൻ പറ്റും. നമ്മളെ ഗ്രാമഫോൺ അതിനെ പിടിച്ച് കറക്കുമ്പോൾ ഇത് കറങ്ങും. പക്ഷെ ഇതിപ്പോൾ വറക്കിയിലായിരുന്നു. ഒരുപാടുണ്ട് കേട്ടോ ഇത് ഇവിടെ. പോകുമ്പോഴത്തേക്കും ഇതെല്ലാം 2 റംസാണ്. നാട്ടിലെ 28 റുപ്യക്ക്. ഇതൊക്കെ ജസ്റ്റ് ഒരു നമ്മൾ ദുബായ് വിസിറ്റ് ചെയ്യുമ്പോൾ ദുബായിൽ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ വാങ്ങിച്ചു വയ്ക്കില്ലേ, കാരണം ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വയ്ക്കുന്നതാണ്. എല്ലാം കണ്ട നമ്മൾ നാഴിക
വാച്ചസ്, പഴയ മോതിരങ്ങൾ, പെർഫ്യൂംസ്. ഇത് നമ്മുടെ മറ്റേ ഇതില്ലേ, ഏതാണ് ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ പേരും മറന്നുമില്ല, തുർക്കിഷ് എന്ന് പറഞ്ഞിട്ട് ഹവയ്യോ അങ്ങനത്തെ സംഭവമാണ് കേട്ടോ. അവൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ പറ്റിക്കൂലേ, ഐസ്ക്രീം, ആ സംഭവമുണ്ട്. ഇതൊക്കെ 10 റംസ്. ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയും സംഭവം അത് മറ്റേ സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പാണ്. ഇത് ഹണി ഷോപ്പാണ്. ഹണി, ഒരു ഹണി ഷോപ്പാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഹണീസ് ഉണ്ട്. പ്രൈവറ്റ് ഹണി, അതെന്തുവാണോ മനസ്സിലാവുന്നില്ല. ഹണി ബ്ലാക്ക് സീഡ്, ഒരുപാട് സംഭവങ്ങളുണ്ട്. ഐ ആം ജസ്റ്റ് ലുക്കിംഗ്. അപ്പം എനിക്കൊന്ന് ജസ്റ്റ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്. പുള്ളിക്കാരൻ നീ കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നായിരുന്നു കേട്ടോ ഹണി. ആ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ ഹണിയാണ് എനിക്ക് പുള്ളിക്കാരൻ ടേസ്റ്റ് ചെയ്യാൻ തന്നത്. ഹണി സീഡർ മൗണ്ടൈൻ എന്ന് പറഞ്ഞ ഹണിയാണ് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത്. സൂപ്പർ ടേസ്റ്റാണ്. നെക്സ്റ്റ് അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പാണിത് കേട്ടോ. ഫുള്ള് സുഗന്ധദ്രവ്യങ്ങളുടെ ഷോപ്പാണ്. എന്തൊക്കെയോ ഐറ്റംസുകളൂടെ ഉണ്ട് കണ്ടോ. ഇതൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല കേട്ടോ, അതാണ് ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫ്ലേവർ മണമൊക്കെ പോയി, കാരണം ഇത് എടുക്കുന്നത് ഇതെല്ലാം കസ്റ്റമർ കൊടുക്കുന്നത്. കസ്റ്റമർക്ക് അകത്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എടുത്ത് അകത്ത് വെക്കുന്നില്ല, അവർ ഇതേപോലെ വെച്ചിരിക്കും. ഇതാണ് ഫ്ലേവർ. പിന്നെ ഇത് കണ്ടോ, ഇതിന് ഇതിനകത്ത് ഹണി എന്ന ഒരു ചെറിയ സ്പൂണാണ്. ഇതൊന്നും നമ്മളിവിടെ വലിച്ചെറിയാൻ പാടില്ല, അതായത് ഡസ്റ്റ്ബിന്നിൽ മാത്രം ഇടാവൂ, ഇല്ലെങ്കിൽ നല്ല ഫൈൻ കിട്ടും. അപ്പോൾ ഡസ്റ്റ്ബിന്നിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ഇതെല്ലാം അതുപോലെയാണ് കേട്ടോ. മഞ്ഞപ്പൊടിയും അങ്ങനെയൊക്കെയുള്ള ഇവിടെ നിന്നുള്ള, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഞ്ഞപ്പൊടിയല്ല. ഇതൊക്കെ എന്തോ വെറൈറ്റീസ് ആയിട്ടുള്ള വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന്, മൊറക്കൻ അങ്ങനെയൊക്കെയുള്ള വരുന്ന എന്തൊക്കെയോ ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയും. പിന്നെ ആയുർവേദ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും. അങ്ങനെയുള്ള സംഭവമാണ് കേട്ടോ. ഇതൊന്നും എടുത്ത് രാത്രി അകത്ത് വയ്ക്കുന്നതല്ല. വീണ്ടും പറയുമ്പോൾ ബോറടിക്കരുത്. നമ്മളിതൊരു പ്രൊഫഷണലായിട്ട് ഉള്ള ആളല്ല, പ്രൊഫഷണൽ യൂട്യൂബർ അല്ല. വല്ലപ്പോഴാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും, എല്ലാവരും ക്ഷമിക്കണം. എല്ലാം അങ്ങനെയുള്ള സംഭവമാണ്. ഡസ്റ്റ്ബിൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഇടായിരുന്നു. ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടോ, നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ നല്ല ഫോട്ടോസ്, ഇതേപോലുള്ള ഒരുപാട്. ഈ കാണുന്നില്ല, ഇതിനകത്ത് മുന്നേ ഇപ്പോൾ ഇതെല്ലാം മെയിൻ്റനൻസ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പെയിൻ്റൊക്കെ പോയി കിടക്കുകയാണ്. ഇത്രയും ഗേറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. ഇതാരെന്നറിയാമോ? ഇതാരെന്നറിയാമെന്നൊന്ന് കമൻറ്റ് ചെയ്ത്. ഇതൊരു പെയിൻ്റാണേ, നല്ല വില വരും ഈ പെയിൻറ്റിങ്ങിന്. സെയിലിനുള്ളതാണ്, പെയിൻ്റാണ് കേട്ടോ. ക്യാൻവാസിൽ വെച്ച പെയിൻ്റാണ് ഇതെല്ലാം. അവിടെ നമ്മളിരുന്ന് കഴിഞ്ഞാൽ വരച്ചു തരാൻ ആളുണ്ട്, അതുപോലെ. ബിൽഡിങ്ങുകളൊക്കെ അടിപൊളിയാണ്. ഇവരെയൊക്കെ അറിയാമോ? ഇത് നമ്മൾ റൊണാൾഡോ, ഇത് മെസ്സി അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിലും പുള്ളിക്കൊക്കെ ഫേസ് കണ്ടാൽ മതി, പിന്നെ പേരൊന്നും എഴുതി വയ്ക്കണമെന്നില്ല. എല്ലാവർക്കും ഒരുക്കപ്പെട്ട എല്ലാവർക്കും അറിയാം. എൻ്റെ മോൻ വലിയ റൊണാൾഡോ ഫാനാണ്, ഞാനും. അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറെയും ഇതേപോലെ ആൻറ്റി ഷോപ്പുകൾ, പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു. കാണിച്ചത് ഇതൊക്കെ നമ്മൾ പഴയ തൊട്ടി ചട്ടി വട്ടിയൊക്കെയാണ്. എല്ലായിടത്തും ഇതേപോലെ റാത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡസ്റ്റ് പിന്നെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതും ഇനി പഴയ മോഡലിൽ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡസ്റ്റ്ബിൻ ഇതേപോലെ പ്രോപ്പറായിട്ട് ഇവിടെ ഇങ്ങനെ ഇടാവും കേട്ടോ. അല്ലാതെ നിലത്തൊന്നും ഇട്ടുകൂടാ. ഇട്ട് കഴിഞ്ഞാൽ ഫൈനാണ്. ഇത് നോക്കിയാൽ അടിപൊളി. ഇവിടെ കയറിയപ്പോൾ ഇച്ചിരി തണലുണ്ട് കേട്ടോ. എൻ്റെ ബിൽഡിങ്
എവിടെ പോക്കിയാലും ഇതേപോലെ റാന്തലുണ്ടാവും. റാന്തല്, കൂജ. ഇതും ഡസ്റ്റ്ബിൻ കണക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അതിനകത്ത് കുറച്ച് വേസ്റ്റൊക്കെ കിടക്കുന്നു. ഇത് ഡസ്റ്റ്ബിന്നാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഡെക്കറേഷന് വേണ്ടി വരുന്നത്. ഇതിപ്പം പഴയ മോഡൽ മെയിൻറ്റെയിൻ ചെയ്യുകൊണ്ട് ഡസ്റ്റ്ബിന്നും അങ്ങനെ തന്നെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ തെറ്റിദ്ധരിച്ചേ. അതിന് വല്ല ആൻറ്റിക് പീസ് വല്ലതും ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടേ നീ അകത്താവണ്ടെന്ന് വിചാരിച്ചു. നോക്കി ഷീറ്റൊക്കെ ഗ്രഹിച്ച് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നതന്നെ കേട്ടോ. അതേ ഇനി ഒറിജിനലായിട്ട് ഗ്രഹിച്ചതാണ്, അറിയില്ല. മുമ്പ് ഇങ്ങോട്ടൊക്കെ കയറി പോകുമായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഇപ്പോൾ ക്ലോസാക്കി വെച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റുകളില്ലാത്തത്. ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്ന സമയത്ത് ഓപ്പണായി കൊടുക്കും. ഒരു മരമുണ്ട്. ഇത്രയധികം ഡസ്റ്റ്ബിൻ. എന്ത് അടിപൊളിയല്ലേ, അടിപൊളി. ഞങ്ങൾ വിയർത്തിട്ടാവുള്ളേ, പക്ഷെ രസമുണ്ട് കണ്ടുകൊണ്ട് നടക്കാൻ. അതുകൊണ്ട് ഇന്നലെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇതുണ്ട, ഈ ബിൽഡിങ്ങിൽ കുറച്ച് കല്ലുകൾ പഠിക്കും, പഴയ മോഡൽ. ഇവിടെ ഇതെല്ലാം ഷോപ്പുകളൊക്കെ ഇതേപോലെയാണ് കേട്ടോ. ഇപ്പോൾ ഓപ്പണാണ് കേട്ടോ. ഷോപ്പ് ഓപ്പൺ എന്ന് വെച്ചിട്ടുണ്ട്, എല്ലാം ക്ലോസാണ്. അകത്ത് കയറുമ്പോൾ അറിയാൻ പറ്റും ഓപ്പണാണോ അല്ലേ. അതാണ് ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ പ്രത്യേകത. ഇത് നോക്ക്, ഇത് ആക്ച്വലി പൂത്തുലഞ്ഞ് നിൽക്കണമെന്നല്ലേ തോന്നുന്നു, പക്ഷെ ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്നതല്ല. ഇത് ഇലയാണ്. ഇലയുടെ കളറ് എനിക്ക് തോന്നുന്നു കുറച്ച് വാടുമ്പോഴ അല്ലെങ്കിൽ കുറച്ച് മൂക്കുമ്പോഴ ഇതുപോലെ ആവും. ഉണ്ടോ? എന്നാ നമുക്ക് പൂത്തുലഞ്ഞ് നിൽക്കണമെന്നൊക്കെ തോന്നുന്നു. ഇതൊരു ചോക്ലേറ്റ് മേക്കേഴ്സ്, ചോക്ലേറ്റ് ഫാക്ടറി ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുകളിൽ കയറായിരുന്നു, എല്ലാം ക്ലോസാണ്. ഇവിടെ കുറേ ആൻറ്റിക് പീസ് ഉണ്ടേ. ഇതൊക്കെ നോക്ക്, നമ്മളെ പാല് കൊണ്ടുപോകണ ചെമ്പ്. ഇത് നമ്മളെ പഴയ പിയാനോ, വർക്ക് ചെയ്യില്ല. ഇതൊക്കെ ഉണ്ടല്ലോ, ഈ സ്വിച്ചുകളൊന്നും നമ്മുടെ ഒന്നും മക്കൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ മീൻസ് എൻ്റെ മക്കളൊന്നും ഇത് കാണാൻ ചാൻസ് ഉണ്ടാവില്ല. ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലുള്ള തലമുറകൾ ഇങ്ങനത്തെ 99% പിള്ളേരും ഇങ്ങനെയുള്ള സ്വിച്ചസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, പഴയ സ്വിച്ചുകൾ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ അവരവരുടെ മക്കളുണ്ടെങ്കിൽ മക്കളെ കൂടെ വിളിച്ച് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ സ്വിച്ചുകളുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഓൺ ഓഫൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചുകളായിരുന്നു. ഇങ്ങനെ ഓൺ ഓഫൊക്കെ അതൊക്കെ ഞാൻ പിടിച്ച് കഴിഞ്ഞാൽ പൊട്ടി രവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ അന്നത്തെ കാലത്ത് പ്രത്യേകം മട്ടിയിരിക്കുന്നു. പെട്രോൾ മാക്സ്, ഇവിടെ കുറേ ആൻറ്റിക് പീസുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ജലദോഷം പിടിച്ചാ, വെയിലടിച്ച് വീർത്തിട്ടായിരിക്കും. വേണ്ട കുറച്ച്. ഇത് പഴയ ചതുരംഗം മീൻസ് ചെസ്സാണ്. ഇത് രാജാക്കന്മാരങ്ങോട്ടൊക്കെ യൂസ് ചെയ്തിരുന്ന. പക്ഷെ ഇത് അത്ര വർഷത്തെ പഴക്കം തോന്നിക്കുന്നില്ല, എന്നാലും ഓൾമോസ്റ്റ് പഴക്കം തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേട്ടനെ കണക്ക് ഇന്നലത്തെ സാധനം വേണമെങ്കിൽ അവർ 1000 വർഷത്തെ പഴക്കമുണ്ടാകും. കാര്യം നമ്മളെ അകത്തായ പുള്ളിയെ. ഇതൊക്കെ പക്ഷേ അത്യാവശ്യം വർഷം പഴക്കമുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ്. ഇതറിയാമോ, പണ്ടത്തെ കൊക്കോക്കോളയുടെ ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുമ്പുള്ള കൊക്കോക്കോളയുടെ ബോക്സാണ്. ഇതിനകത്ത് കോള ഫില്ല് ചെയ്തിട്ട് ഐസിട്ട് ഇതിട്ട് വെച്ചിട്ട് അത് ആ കാണുന്ന സൈഡിൽ ചെറിയ ക്യാപ്പാണ് കാണുന്നത്. അതായിരുന്നു അതിൻ്റെ ഓപ്പണർ. അതിൽ നിന്ന് എടുത്തിട്ട് ഓപ്പണാക്കി കുടിക്കാം. ബ്രിട്ടീഷുകാരുടെ വീടുകളിലും പിന്നെ അതുപോലെ ഷോപ്പുകളിലൊക്കെ വെച്ചിരുന്ന സംഭവമാണ് കേട്ടോ. ഇതൊക്കെ ട്രെയിനിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ഇത് നമ്മളെ പിയാനോ മറ്റേ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് കാണിക്കുന്ന സംഭവം വരുന്നു. അതൊക്കെ വർക്ക് ചെയ്യില്ല. കുറേ പെയിൻറ്റുകൾ, പഴയ പെയിൻറ്റിങ്സ് ഇരിപ്പുണ്ട്, കുറേ സംഭവങ്ങൾ ഇരിപ്പുണ്ട്. ഇത് കണ്ട, ഇതൊക്കെ എന്താണ്, ഷിപ്പിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. കല്ലാണ് കേട്ടോ, ഒറിജിനൽ കല്ലിൽ കൊത്തിയെടുത്ത, ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ഒരു സംഭവമാണ്. ഇത് കണ്ട, ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത സംഭവമാണ്. വെയിറ്റ് ഇതുണ്ടോ, ആനേനെയൊക്കെ കൊത്തിയെടുത്തിരിക്കുന്നു. പിന്നെ ഫുൾ ആൻറ്റിക്കിൻ്റെയാണ് കേട്ടോ. ഇത് മറ്റൊരു
ജീവിയുടെ ഒറിജിനൽ തോലാണോ അത് ആർട്ടിഫിഷ്യലാണോ എന്ന് അറിയില്ല. കണ്ടിട്ട് ഒറിജിനൽ പോലെയുണ്ട്. ടൂറിസ്റ്റുകൾ കുറച്ചുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകൾ ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകളുണ്ട്. ഇത് നോക്കിയാൽ ഇതെല്ലാം സെയിലിനുള്ളതാണ് കേട്ടോ, എല്ലാം സെയിലിനുള്ളതാണ്, ഫുള്ള് സെയിലിനാണുള്ളതാണ്. നമ്മളെ ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ, ഇത് പഴയ നമ്മുടെ ടേപ്പ് റെക്കോർഡർ, പഴയ ടേപ്പ് റെക്കോർഡർ. ഇത് പണ്ടത്തെ കാലത്ത് എന്തോ നായികയൊക്കെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന എന്തോ ഒരു വസ്തുവായിരുന്നു കേട്ടോ അത്, അന്നത്തെ അറിവുള്ള പണ്ഡിതന്മാരൊക്കെ. ഇത് നമ്മളെ പഴയ കാറിൽ വയ്ക്കുന്ന ടി വിയാണ്. അന്ന് പണ്ട് ആൻഡ്രോയിഡൊക്കെ വരുന്നതിന് മുമ്പ്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇത് ടി വിയാണ്, ഇതൊന്നും വർക്കിംഗ് ആയിരിക്കില്ല. ഒപ്പേറ എന്ന് പറയുന്നൊരു കമ്പനിയുടെ ടി വിയാണ്. ഇത് വേറൊരു കമ്പനിയുടെ പാട്ട്. ഇത് കാറിലൊക്കെ വയ്ക്കുന്ന ടി വിയാണ്. ഇതൊക്കെ ടേപ്പ് റെക്കോർഡ്സ് പഴയ ആണ്, അതൊന്നും കാണാൻ തന്നെ കിട്ടാറില്ല. ഇത് ഗ്രാമഫോണ്, ഇത് നമ്മുടെ പഴയ ഫോണ്, ഇതിങ്ങനെ കറക്കി വിളിക്കുന്ന ടൈപ്പ്. 1, 2 ഇങ്ങനെ കറക്കി വിളിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഫോണ്. ഇത് വലിയ പണ്ടത്തെ കാലത്ത് ഗൾഫിൽ നിന്ന് വരുന്നവരെ കൊണ്ടുപോകുന്ന നാഷണലിൻ്റെ ടേപ്പ് റെക്കോർഡ്സാണ് ഇതൊക്കെ. ഇത് പഴയ ഒരു റേഡിയോ ആണ് കേട്ടോ. കുറേ ആൻറ്റിക്കുണ്ട് നോക്ക്, എല്ലാം കൂടെ കാണിക്കാൻ തന്നെ ഒരുപാട് ടൈം എടുക്കും. ഇതൊക്കെ അങ്ങനെ നായികകൾ സൂചിപ്പിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് കൊട്ടാരത്തിലൊക്കെ ഇപ്പോഴല്ലേ പുതിയ സെറ്റപ്പുകൾ വന്നേ. അന്നത്തെ പ്രാചീന വർഷങ്ങളോളം പഴക്കം ഉണ്ടാവും ഇതിനൊക്കെ കേട്ടോ, നല്ല വിലയും ഉണ്ടാവും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും എനിക്ക് 500 വർഷത്തെ പഴക്കം ഉണ്ടാവും. അങ്ങനെയാണ്. എനിക്ക് ഫുള്ള് അടിപൊളിയല്ലേ, കുറേ ഉണ്ട്. ഇവിടെ കുറേ പഴയ ബുക്കുകളുണ്ട്, ഇതെല്ലാം സെയിലിനുള്ളതാണ്. ഇത് കുറച്ച് പുതിയതാണ്. അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല, അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ. ഇതൊരു പിക്ചറാണ്. ഇത് നമ്മൾ പഴയ ലോക്കുകളാണ് കേട്ടോ. ഇത് മറ്റേ മമ്മിയുടെയൊക്കെ കാലഘട്ടത്തിൽ യൂസ് ചെയ്യുന്ന ടൈപ്പല്ല. മമ്മിയാണോ ബുദ്ധനാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരു മൂങ്ങയുടെ ഇതിൽ, കുതിരയുടെ ഇതിൽ, മീനിൻ്റെ ഇതിൽ, എല്ലാ ഇതിലുള്ള പഴയ ആൻറ്റിക് പീസുകൾ ലോക്കലാണ്. ചിലതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മൾ നോക്കിയെടുക്കണമെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഹാൻഡിൽസ്, ഇങ്ങനെയുള്ള സംഭവം ഇവിടെ കുറേ കാണുന്നുണ്ട് കേട്ടോ ഞാൻ. മമ്മി എത്തി, മമ്മി. ഇതൊക്കെ മമ്മി ഫിലിമിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതിൻ്റെ രൂപങ്ങൾ ഒറിജിനലായിട്ട് ഞാൻ എവിടെയാണ് കാണുന്നത്. ഇനി എവരായിരിക്കും ഷൂട്ടിങ്ങിന് കൊടുത്തത് സാധനങ്ങൾ. ഇതൊക്കെ തുറക്കുമ്പോൾ വണ്ടൊക്കെ ഇറങ്ങി വരുന്ന, പ്രേതമൊക്കെ ഇറങ്ങി വന്ന് ഓടിത്തള്ളുന്ന സീനുകളൊക്കെ നോക്ക്, അടിപൊളി. ഒരപ്പൻ മരത്തിൻ്റെ പണിക്കാരിരിക്കണം. നല്ല വിലയുണ്ടാവും കേട്ടോ, ചെറിയ പൈസകളൊന്നും വാങ്ങാറില്ല. ഇതൊക്കെ അങ്ങനെ എന്തോ സംഭവമാണ്. പഴയ ക്യാമറ 2x. ഇതൊക്കെ നമ്മുടെ പഴയ ഹാൻഡിൽസാണ്, ഡോറിൻ്റെ ഹാൻഡിൽസാണ്. എടുക്കാമോന്ന് അറിയില്ല, കാരണം ഞാൻ തൊടാത്ത വീഡിയോ തന്നെ ഞാൻ ചോദിക്കാനായിട്ട്. ഇത് നമ്മളെ നാണയങ്ങളാണ്, പല പല കൺട്രി, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, അന്നത്തെ പഴയ കാലത്തെ നാണയങ്ങളാണ് ഇതൊക്കെ. എൻ്റെയിലും കുറച്ചുണ്ട് പഴയ നാണയങ്ങൾ, കുറേ കളക്ഷനുണ്ട്, കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല. ഒക്കെ അടിപൊളി കേട്ടോ. നമ്മൾ ഉന്തുവണ്ടിയിലാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ,
കുറച്ച് കല്ലുകളാണ്. നമുക്ക് കല്ലുകൾ ഇത് എല്ലാം ഒരുപാട് വർഷം എല്ലാം പഴയ സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മളെ മെഴുകുതിരി വയ്ക്കുന്ന സ്റ്റാൻഡുകളാണ്. പഴയ മെഴുകുതിരി വയ്ക്കുന്ന സ്റ്റാൻഡുകൾ. ഇതൊക്കെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇതേ കണ്ട കൊട്ടാരത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന സംഭവങ്ങളാണ്. ഇത് നല്ല പഴക്കമുണ്ട്. ഇവിടുത്തെ ഒരുത്തൻ അങ്ങോട്ട് മാറി നിൽക്കുന്നത്. ഞാൻ അവനോട് ചോദിക്കുകയാണെങ്കിൽ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകുന്നത്. ഓക്കെ, ഇതിന് എത്ര വർഷത്തെ പഴക്കം കാണും സത്യത്തിൽ? എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകുന്നു? 500 കൊല്ലം, 1000 കൊല്ലം? ഇത് അന്നത്തെ കാലത്ത് എന്തോ ഒരു മെഷീനാണ് കേട്ടോ. മൂവി എഡിറ്ററാണ് കേട്ടോ. സൂപ്പർ 3 കാണുന്നുണ്ടോ? മൂവി എഡിറ്റർ. ഇന്നത്തെ എന്തോ ഭയങ്കര ടെക്നോളജിയാണ്. ഇങ്ങനെ കറക്കിയിട്ടൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. എന്തോ വലിയ സംഭവങ്ങളായിരുന്നു കേട്ടോ. ഇന്നത്തെ മൂവി എഡിറ്റർ കണ്ടില്ല എന്ന് പറയുന്നത്. മൂവി എഡിറ്റർ സൂപ്പർ 3 ഞാനാകെ വിയർത്ത് പിടിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്. Brother, how many years old items this? 300, 400, 500, 600. Really? Oh. അത് 100 വർഷം 200 വർഷം അല്ല, സ്റ്റാർട്ടിങ് തന്നെ 200 വർഷം 300 വർഷം 400 വർഷം 600 വർഷം വരെ പഴക്കമുള്ള ഐറ്റംസുകളാണ് ഇത് മൊത്തം ഇവിടെ ഉള്ളതെന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഐറ്റംസിനൊക്കെ എനിക്കൊരു കാര്യം 600-700 വർഷം പഴക്കമുണ്ടാവും നമ്മൾ ചെസ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ KFC പഴയ മോഡൽ ഇതിൽ കഴിക്കുന്ന KFC കാണിച്ചിട്ടാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് KFC. പുറത്തിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടാ. പഴയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, KFCയുടെ ബോർഡ് നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ? ഇതാണ് KFC. എല്ലാം പഴയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്താണ് KFCയുടെ ബോർഡ്. നോക്ക്, ഈ ഒരു ബോർഡ് കാണുമ്പോൾ മാത്രമേ, ഈ ഒരു ബോർഡും ഈ ഫ്ലാഗ് കണക്കത്തെ സംഭവം കാണുമ്പോൾ മാത്രമേ ഇത് ശരിക്കും KFC ആണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോർഡാണ് KFC. അകത്ത് കണ്ട ഇങ്ങനെ, ഇതാണ് KFC ഇവിടുത്തെ. മീൻസ് ഈ ഹെറിറ്റേജ് വില്ലേജിൽ ഇങ്ങനെയാണ് KFC കാണുന്നത്. അല്ലാതെ അവരുടെ രീതിയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ പഴയ ബിൽഡിങ്ങിൽ വേണമെങ്കിൽ ചെയ്തോളാം. ഇവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഇതുപോലെയാണ് കണ്ട. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ്.